അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. വർഷങ്ങളായുള്ള ഇവരുടെ തർക്കത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല. വിഷയം അമ്മാവൻ കാശ് വാങ്ങിയോ ഇല്ലയോ. അമ്മാവൻ കാശ് വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മാവൻ കാശ് വാങ്ങി. ഈ കാശ് വാങ്ങി. അല്ല കൊച്ചേ, ഞാൻ നിന്റെ കാശ് അയ്യോ, അമ്മാവൻ കാശ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു കാശ് വാങ്ങിയെന്ന് ഇവര് പറഞ്ഞു. അയ്യോ ഇല്ല, അമ്മാവൻ കാശ് വാങ്ങി നല്ല ഞാൻ പറഞ്ഞത്. അമ്മാവൻ കാശ് വാങ്ങിയെന്നാ ഞാൻ പറഞ്ഞത്. നുണ പറയരുത്. ഇവള് നുണച്ചിയാണ്, പെരും നുണയാണ് ഈ പറയുന്നത്. പ്രതിഷേധിക്കുന്നു, ഇതിനെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നു. ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഒരു സ്ത്രീയെ നുണച്ചിയെന്ന് പരസ്യമായിട്ട് അധിക്ഷേപിച്ചിരിക്കുകയാണ് ഈ മാണിക്യൻ. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ്, അപകീർത്തിപ്പെടുത്തലാണ്. ഒരു പൊതുമാധ്യമത്തിന്റെ മുന്നിൽ വന്ന് ഒരു സ്ത്രീയെ നുണച്ചിയെന്ന് വിളിച്ചിരിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രതികരിക്കാം. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും, നോ എന്നാണെങ്കിൽ യെസ് എന്നും, ഇത് രണ്ടുമല്ലെങ്കിൽ സ്നോ എന്നും മെസ്സേജ് ചെയ്യുക. എനിക്കൊരു 30 തരൂ. ഒരു 30 ഒഴിച്ച് ആ കിളവന്റെ അണ്ണാക്കിൽ ഒഴിച്ചുകൂടെ ഒരു അരമണിക്കൂർ അവിടെ മിണ്ടാതായ മൂലക്കും കിടക്കട്ടെ. അതല്ല, എനിക്കൊരു 30 സെക്കൻഡ് തരൂ. എന്ത് മറിക്കാന്? ഞാൻ പോയിട്ട് ഒരു 60 അടിച്ചിട്ട് ടക്കനെ ഇങ്ങ് വരാം. തരുവോ? തരാം. എന്ത് തരും? അടുത്ത ആഴ്ച തരാം. ഈ എപ്പിസോഡിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മുഴുവനും ഞാൻ തന്നെ ഉഴുതുമറിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഈ മൊത്തം മൈക്കോട് എടുത്തങ്ങ് നീ അങ്ങ് തിന്നങ്ങ്. അല്ല, ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് മൊത്തം എപ്പിസോഡ് ഇയാൾ അപകരിക്കാന്ന് പറഞ്ഞാൽ കാർത്തുമ്പിക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. തെറ്റാണ് ഇത്. നിങ്ങൾ പറയുന്നത് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കാർത്തുമ്പി വളച്ചൊടിക്കുന്ന ഒരു കഥയാണിത്. ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ശബ്ദം പുറപ്പെടുവിച്ചിട്ടില്ല. ഞാൻ കേട്ടതാണ്, കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ അശ്ലീലകരമായ ശബ്ദങ്ങൾ എനിക്ക് നേരെ പുറപ്പെടുവിച്ചു. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ കാളവണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ആ കാളവണ്ടി ഓടിക്കുമ്പോൾ കാളയെ നയിക്കുന്നതിന് വേണ്ടി എന്റെ വായിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്ങനെയാമോ കാണിച്ചു തരാം. കാളയെ ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ശബ്ദമാണ് ഞാൻ അശ്ലീല ചുവയോട് സംസാരിച്ചു എന്ന് വ്യാഖ്യാനിച്ചെടുത്തത്. അപ്പോൾ മാണിക്യൻ നിങ്ങളെ നേരെ അശ്ലീല ചുവ കാണിച്ചിട്ടില്ല. അദ്ദേഹം കാളയെ തെളിച്ചതാണെന്ന് വ്യക്തമായിരിക്കുന്നു.